ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സമീപകാല ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും എന്നാൽ സ്ഥിരമായി അവസരം ലഭിക്കാതെ പോവുകയും ചെയ്ത കളിക്കാരനാണ് മലയാളി താരം സഞ്ജു സാംസൺ. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തിയിട്ടും പലപ്പോഴും ടീമിന്റെ ബെഞ്ചിൽ ഒതുക്കപ്പെടുകയും പെട്ടെന്ന് തന്നെ ടീമിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്ന സഞ്ജുവിനോടുള്ള സെലക്ഷൻ കമ്മിറ്റിയുടെ സമീപനം ആരാധകർക്കിടയിൽ ക്രിക്കറ്റ് നിരീക്ഷകർക്കിടയിലും വലിയ അതൃപ്തിയാണ് ഉണ്ടാക്കാറുള്ളത്. ഈ പശ്ചാത്തലത്തിലാണ് പ്രശസ്ത ക്രിക്കറ്റ് കമന്റേറ്ററും ആങ്കറുമായ ഹർഷ ഭോഗ്ലെ സഞ്ജുവിന് വേണ്ടി ശക്തമായി വാദിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. T20 ലോകകപ്പിന് മുന്നോടിയായി സഞ്ജുവിനെ ടീമിൽ നിന്ന് പുറത്താക്കിയതിലുള്ള നീതികേടിനെ കണക്കുകളുടെ പിൻബലത്തോടെയാണ് അദ്ദേഹം തുറന്നടിച്ചത്. അദ്ദേഹത്തെ പോലെ ഒരാൾ ഈ വിഷയം ഏറ്റെടുക്കുമ്പോൾ അത് കേവലം ഒരു ആരാധകന്റെ ശബ്ദമായി ഒതുങ്ങുന്നില്ല, മറിച്ച് അത് ഇന്ത്യൻ ക്രിക്കറ്റ് ഭരണസമിതിയെ കാര്യമായി സമ്മർദ്ദത്തിലാക്കുന്ന ഒരു പ്രൊഫഷണൽ വിമർശനമായി മാറുന്നു. ഹർഷ ഭോഗ്ലെ തന്റെ വാദങ്ങൾ സ്ഥിരീകരിക്കുന്നതിനായി ഉപയോഗിച്ചത് സമീപകാലത്തെ 2 ഓപ്പണർമാരുടെ പ്രകടനങ്ങളാണ്. ഗില്ലിനേക്കാൾ മികച്ച റെക്കോർഡ് ഉണ്ടായിട്ടും സഞ്ജുവിനെ ഒഴിവാക്കിയത് എന്തുകൊണ്ടെന്ന ചോദ്യം അദ്ദേഹം കണക്കുകൾ നിരത്തി സ്ഥാപിക്കുന്നു. ഗില്ല് അവസാന 11 T20 ഇന്നിംഗ്സുകൾ ശരാശരി 25.5 സ്ട്രൈക്ക് റേറ്റ്, 140. ഈ കണക്കുകൾ T20 ക്രിക്കറ്റിൽ മോശമല്ലെങ്കിലും ഗില്ലിന് ലഭിക്കുന്ന വലിയ അവസരങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പ്രകടനം അസാധാരണമായി കണക്കാക്കാനാവില്ല. സ്ഥിരമായി ബാക്കിംഗ് ടീമിൽ ഗില്ലിനുണ്ട്. സഞ്ജു സാംസൺ ഗില്ലിന് മുമ്പ് ഓപ്പണർ ആയപ്പോൾ ശരാശരി 38.8 സ്ട്രൈക്ക് റേറ്റ്, 18. ഇതിൽ 3 സെഞ്ചുറികൾ ഉൾപ്പെടുന്നു. 38.8 എന്ന ഉയർന്ന ശരാശരിയും 186 എന്ന സ്ഫോടനാത്മകമായ സ്ട്രൈക്ക് റേറ്റും സഞ്ജുവിനെ T20 ഫോർമാറ്റിൽ ഒരു ഇമ്പാക്റ്റ് പ്ലെയറായി അടയാളപ്പെടുത്തുന്നു. T20 ക്രിക്കറ്റിൽ സ്ഥിരതയേക്കാൾ പ്രധാനം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കളിയുടെ ഗതി മാറ്റാനുള്ള കഴിവാണ്. സെഞ്ചുറികൾ നേടാനുള്ള അദ്ദേഹത്തിന്റെ ശേഷി വലിയ ടൂർണമെന്റുകളിൽ ടീമിന് നൽകുന്ന അധിക മൂല്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. കണക്കുകൾ അവതരിപ്പിച്ച ശേഷം ഭോഗ്ലെ സെലക്ടർമാർക്ക് നേരെ ഒരു തുറന്ന ചോദ്യമെറിഞ്ഞു. നമ്മൾ വളരെ പെട്ടെന്നല്ലേ സഞ്ജുവിനെ പുറത്താക്കിയത്? സത്യസന്ധമായി പറയുകയാണെങ്കിൽ സഞ്ജു പുറത്താക്കപ്പെട്ടത് തന്നെയാണ്. ഒരു കാലത്ത് ടീമിൽ സജീവമായിരുന്ന അധിക മികവുള്ള ഒരു കളിക്കാരനെ യാതൊരു കാരണവുമില്ലാതെ അല്ലെങ്കിൽ വ്യക്തമായ ഒരു നീതീകരണവും ഇല്ലാതെ ഒഴിവാക്കുമ്പോൾ അവിടെ ഒരു ചതി നടക്കുന്നുവെന്ന് ആരാധകർ ആരോപിക്കുന്നതിൽ തെറ്റില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. സഞ്ജുവിന്റെ പ്രകടനത്തിലെ പ്രധാന വിമർശനമായ സ്ഥിരതയില്ലായ്മയെ ഭോഗ്ലെ അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ 3 സെഞ്ചുറികൾ മാറ്റി നിർത്തിയാൽ അടുത്ത ഉയർന്ന സ്കോർ 26 റൺസാണ്. ഇത് സ്ഥിരതയില്ലായ്മയുടെ ലക്ഷണമാണ്. എന്നാൽ T20 ക്രിക്കറ്റിൽ ഇത്തരം കുറവുകൾ സെഞ്ചുറി നേടാനുള്ള അസാധാരണ കഴിവുകൊണ്ട് മറികടക്കാനാവും. നല്ല ഫോം ഇല്ലെങ്കിൽ സഞ്ജു നിങ്ങൾക്കായി സെഞ്ചുറി തന്നെ നേടും. 1-2 മത്സരങ്ങളിൽ പരാജയപ്പെട്ടാലും ഫോമിലായാൽ ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കാൻ കഴിയുന്ന ഇത്തരം താരങ്ങൾ ടീമിൽ അനിവാര്യമാണ്. സ്ഥിരത മാത്രം നോക്കി ഇവരെ ഒഴിവാക്കുന്നത് ടീമിന്റെ വിജയ സാധ്യതകളെ ബാധിക്കും. സഞ്ജുവിന്റെ ഒരു ദൗർബല്യം ചില മത്സരങ്ങളിൽ മുൻകൂട്ടി തീരുമാനിച്ച ഷോട്ടുകൾ നേരത്തെ കളിക്കാൻ ശ്രമിക്കുന്നതാണ്. ജോഫ്ര ആർച്ചറെ പോലെയുള്ള ബൗളർമാർ ഈ ദൗർബല്യം മുതലെടുത്തിട്ടുണ്ട്. എങ്കിലും ഭോഗ്ലെ സഞ്ജുവിന്റെ ഏറ്റവും വലിയ ശക്തിയായി ചൂണ്ടിക്കാണിക്കുന്നത് പേസ് ബൗളിങ്ങിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ അസാമാന്യ ബാറ്റിംഗുമാണ്. അടുത്ത വർഷം ലോകകപ്പ് നടക്കുന്നത് പേസ് ബൗളിങ്ങിനെ തുണയ്ക്കുന്ന പിച്ചുകളിലാണെങ്കിൽ സഞ്ജുവിനെ പോലെ ഒരു ബാറ്ററെ ടീമിന് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് സഞ്ജുവിനെ ടീമിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല എന്ന ഭോഗ്ലെയുടെ വാക്കുകൾ സെലക്ടർമാർക്ക് നേരെയുള്ള ശക്തമായ താക്കീതാണ്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ICC T20 ലോകകപ്പിന് മുന്നോടിയായി ഇന്ത്യൻ ടീം തയ്യാറെടുപ്പുകൾ നടത്തേണ്ട ഈ നിർണായക ഘട്ടത്തിൽ ഓപ്പണിംഗ് സ്ഥാനത്ത് പരീക്ഷണങ്ങൾ നടത്താമെന്ന് ഭോഗ്ലെ ആവശ്യപ്പെടുന്നു. നിലവിലെ ഫോം പരിഗണിച്ചാൽ T20 ലോകകപ്പിൽ ഗിൽ ഓപ്പണറായി കളിക്കരുതെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ലോകകപ്പിന് മുമ്പുള്ള 10 T20 മത്സരങ്ങൾ ഉപയോഗിച്ച് മികച്ച ഓപ്പണിംഗ് കോമ്പിനേഷൻ കണ്ടെത്തണം. ഭോഗ്ലെ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം ഇതാണ്. നിലവിൽ കളിക്കുന്ന അഭിഷേക് ശർമ്മയ്ക്ക് ചില മത്സരങ്ങളിൽ വിശ്രമം നൽകുക. അതിനുശേഷം ഗില്ലിനെയും സഞ്ജു സാംസണിനെയും ഓപ്പണിങ്ങിനായി മാറി മാറി കളിപ്പിക്കണം. ഇതൊരു ഓപ്പൺ സീസണാണ്. എല്ലാവർക്കും ചാൻസ് കൊടുക്കും. അവസരം അർഹിക്കുന്ന എല്ലാവർക്കും വാതിൽ തുറന്നിടണം. കേവലം പേര് കേട്ടതിൻ്റെയോ മുൻഗണനയുടെയോ പേരിൽ മാത്രം ആർക്കും സ്ഥാനം ഉറപ്പിക്കാൻ കഴിയില്ല. പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ടീമിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ധൈര്യം സെലക്ടർമാർ കാണിക്കണം. സഞ്ജു സാംസണിനെതിരെ നടന്ന നീതികേടിനെ കുറിച്ച് ഒരു സാധാരണ ആരാധകൻ സംസാരിക്കുന്നതും ഹർഷ ഭോഗ്ലെ പോലെ അന്താരാഷ്ട്ര ശ്രദ്ധേയനായ ഒരു കമന്റേറ്റർ സംസാരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസവുമുണ്ട്. ഭോഗ്ലെയുടെ വാക്കുകൾ സെലക്ഷൻ കമ്മിറ്റിക്ക് മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ വിശകലനത്തിൽ വൈകാരികതയേക്കാൾ കൂടുതൽ സ്ഥിതിവിവര കണക്കുകൾ ഉള്ളതിനാൽ ഇത് തള്ളിക്കളയാൻ സെലക്ടർമാർക്ക് സാധിക്കില്ല. കേരളത്തിലെ ആരാധകരുടെ മാത്രം വിഷയമായി ഒതുങ്ങിയിരുന്ന സഞ്ജുവിന്റെ അവഗണനയെ ഭോഗ്ലെ ദേശീയ തലത്തിലുള്ള ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. ഇത് സഞ്ജുവിന് ലഭിക്കേണ്ട നീതിയെക്കുറിച്ച് പൊതു ചർച്ചകൾക്ക് വഴിയൊരുക്കി. സ്ഥിരമായ അവസരങ്ങൾ ലഭിക്കാതിരിക്കുന്നത് ഒരു താരത്തിന്റെ മാനസിക അവസ്ഥയും പ്രകടനത്തെയും പ്രതികൂലമായി തന്നെ ബാധിക്കും. ഭോഗ്ലെയുടെ പിന്തുണ സഞ്ജുവിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും അദ്ദേഹത്തിന്റെ പ്രതിഭയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റിൽ അർഹമായ സ്ഥാനമുണ്ടെന്ന് ഓർമ്മിപ്പിക്കാനും സഹായിക്കും. സഞ്ജുവിനെ വെറും ഓപ്പണർ എന്നതിലുപരി ഒരു സമ്പൂർണ്ണ പാക്കേജായാണ് ടീമിന് ലഭിക്കുന്നത്. ഇഷാൻ കിഷനോടൊപ്പം തന്നെ മികച്ച ഒരു വിക്കറ്റ് കീപ്പറാണ് സഞ്ജു. ഇത് ടീമിന് ബാക്കപ്പ് കീപ്പർ ഓപ്ഷനുകൾ നൽകുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച ഔട്ട്ഫീൽഡർമാരിൽ ഒരാളാണ് അദ്ദേഹം. ഫീൽഡിംഗിൽ സഞ്ജുവിന്റെ സാന്നിധ്യം ടീമിന് അധിക മൈലേജ് നൽകുന്നു.
ഓപ്പണിംഗിൽ സെഞ്ചുറി നേടാനും മധ്യനിരയിൽ കളി ഫിനിഷ് ചെയ്യാനും അദ്ദേഹത്തിന് കഴിവുണ്ട്. സഞ്ജുവിനെ പോലുള്ള ഒരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് പ്ലെയർ നിർണായക മത്സരങ്ങളിൽ കളിയുടെ ഗതി ഒറ്റയ്ക്ക് മാറ്റാൻ കഴിവുള്ളയാളാണ്. സ്ഥിരതയുടെ പേരിൽ മാത്രം ഇത്തരം ഒരു താരത്തെ ഒഴിവാക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തങ്ങളുടെ പ്രധാന ആയുധങ്ങളിൽ ഒന്നിനെ നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഹർഷ ഭോഗ്ലെയുടെ വിമർശനം ഇന്ത്യൻ ക്രിക്കറ്റ് സെലക്ഷൻ രീതികളിലെ ചില ദൗർബല്യങ്ങളിലേക്കും താരങ്ങളിലെ മുൻഗണനകളിലെ പക്ഷപാതങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു. ഗില്ലിനെ പോലെയുള്ള താരങ്ങൾക്ക് നിരവധി അവസരങ്ങൾ തിരിച്ചുവരാൻ ലഭിക്കുമ്പോൾ സഞ്ജുവിനെ പോലുള്ളവർക്ക് 1-2 പരാജയങ്ങൾ പോലും പുറത്തേക്കുള്ള വഴിയാകുന്നു. അടുത്ത T20 ലോകകപ്പിന് മുമ്പുള്ള 10 മത്സരങ്ങൾ സഞ്ജു സാംസന്റെ കാര്യത്തിൽ ഡു ഓർ ഡൈ സാഹചര്യമാണ്. ഭോഗ്ലെ ആവശ്യപ്പെട്ടതുപോലെ ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് സ്ഥിരമായി ഓപ്പണിംഗ് സ്ലോട്ടിൽ അവസരം നൽകുകയും ആ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്തുകയുമാണ് വേണ്ടത്. അർഹതപ്പെട്ട അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു പ്രതിഭയ്ക്ക് നീതി ലഭിക്കുന്നതിനായി സഞ്ജുവിന് വേണ്ടി ഈ ദേശീയ ശബ്ദം ഉയർന്നു എന്നത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു ഇടപെടലാണ്. ഈ വിമർശനങ്ങളെ അവഗണിക്കാതെ സഞ്ജുവിന്റെ പ്രകടനം ലോകകപ്പ് ടീമിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ആലോചിക്കാനുള്ള സാധ്യതയും സെലക്ടർമാർക്കുണ്ട്.